അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നോമ്പിലാണല്ലോ. ഈ നോമ്പിൽ സാധാരണ സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻസിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ആരോഗ്യ ചിന്തയാണ്. പലപ്പോഴും അവർ നേരിടുന്ന ഒരു പ്രയാസം, അവർക്ക് വിശപ്പ് കൂടുതൽ സമയം പിടിച്ചു വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 13-14 മണിക്കൂർ നമ്മൾ വിശപ്പ് സഹിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവരുടെ വിശപ്പ് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയാനുള്ള ചാൻസ് കുറവാണ്. കാരണം അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദഹനം നടക്കും. നമ്മുടെ അനിമൽ സോഴ്സുകൾ, അപ്പോൾ മീറ്റായാലും അങ്ങനെയുള്ള പ്രോട്ടീൻ ഫാറ്റ് സോഴ്സുകൾ ദഹിക്കാനെടുക്കുന്ന സമയവും, അതുപോലെ ഈ വെജിറ്റേറിയൻസിന് ഈ സസ്യാഹാരങ്ങൾ ദഹിക്കാനെടുക്കുന്ന സമയവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ദഹിക്കുന്ന ഒരവസ്ഥ ഈ സസ്യാഹാരങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം വെജിറ്റേറിയൻസ് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് വൈറ്റമിൻ B12, അയേണ്, ഇങ്ങനെയുള്ള ധാതു ലവണങ്ങൾ, ഈ വൈറ്റമിൻസൊക്കെ കിട്ടാനുള്ള സോഴ്സുകൾ വളരെ കുറവാണ്. അവരത്തരം ഫുഡുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ തന്നെ ശ്രമം നടത്തണം. അതുപോലെ അവരുടെ പ്രോട്ടീൻ സോഴ്സ് പലപ്പോഴും ആനിമൽസിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ സോഴ്സും സസ്യാഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ സോഴ്സും, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്നാണ് നമ്മൾ പൊതുവെ സസ്യാഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ സോഴ്സിനെ പറയാറുള്ളത്. കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് പലപ്പോഴും നമുക്ക് മാംസാഹാരങ്ങളിൽ നിന്നാണ് ലഭിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സോഴ്സ്, ഇപ്പോൾ കടല, പയർ, അതുപോലുള്ള പ്രോട്ടീൻ സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. നമ്മൾ സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ച് നോമ്പെടുക്കുന്നവർ ശുഹറിന്, അതായത് അത്താഴമായി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പലപ്പോഴും യോഗേട്ട്, അതുപോലെ നട്ട്സ്, അതുപോലെ പലപ്പോഴും കൂടുതൽ അരി ആഹാരങ്ങൾ, ഇപ്പോൾ കഞ്ഞി, പത്തിരി, പൊറോട്ട പോലുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കാതെ പ്രോട്ടീനും അതുപോലെ ഫാറ്റും ഉപയോഗിച്ച് അത്താഴം കഴിക്കാനും, അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ അവരുടെ ആഹാരത്തിൽ ഇത്തരം വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിൽ പോലും പ്രോട്ടീൻസും ഫാറ്റും കൂടുതൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.